ഹലോ, വീണ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ സിമ്പിളായിട്ടൊരു സേമിയ പായസം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇടുന്നതിനനുസരിച്ച് പറയാം. ആദ്യമായിട്ട് നമ്മളൊരു ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഞാനൊരു 2 സ്പൂൺ, ചെറിയ സ്പൂണാണ് നെയ്യ് എടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് സേമിയാണ് ഇട്ട് കൊടുക്കുന്നത്. സേമിയ എൻ്റെ കയ്യിൽ റോസ്റ്റഡ് സേമിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാനത് ഒന്നും കൂടി റോസ്റ്റ് ചെയ്യാണ് നെയ്യിൽ. 200 ഗ്രാം സേമിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാനത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ക്രിസ്പി ആയിട്ട് വരുന്ന വരെ ഞാൻ നന്നായിട്ട് ഇളക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ 2 പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത്. അതിൽ 1 പാക്കറ്റ് പാലാണ് ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. വേറെ സേമിയ മാറ്റി വയ്ക്കുകയൊന്നും വേണ്ട, നമ്മൾ ഡയറക്റ്റായിട്ട് അതിലേക്ക് പാലൊഴിക്കുക ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പാല് പിരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഞാൻ പായസത്തിന് മാത്രമായിട്ട് എടുത്തിരിക്കുന്ന ഒരു ഉരുളിയാണ്. നിങ്ങൾ പായസം ഉണ്ടാക്കുമ്പോൾ നന്നായി പാത്രം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ പുളിയും മുളകും ഇതൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നായിട്ട് പാല് പിരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ല വൃത്തിയായിട്ടുള്ളൊരു പാത്രത്തിൽ വേണം, നന്നായി കഴുകി വൃത്തിയായിട്ട് വേണം നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഗ്യാസ് എപ്പോഴും ഫുള്ളിലിട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. സിമ്മിലിടേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ചൂടായതിന് ശേഷം നമ്മൾ ഏലക്കായ, ഒരു 4 ഏലക്കായ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോല് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഇടാം. പിന്നെ ഞാൻ ഇവിടെ മിൽക്ക് മെയ്ഡാണ് ഉപയോഗിക്കുന്നത്. അതൊരു 4 സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഉപയോഗിക്കുന്നത്. അത് പായസം ഒന്ന് കുറുകിയൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അങ്ങനെ മിൽക്ക് മെയ്ഡ് ഇട്ടതിന് ശേഷം നമ്മൾ പഞ്ചസാരയാണ് ഇടുന്നത്. ഞാനൊരു 2.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിൽ 1 കപ്പ് പഞ്ചസാര നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇത് നല്ല ചൂടായിട്ടുള്ള ഉരുളിയാണ്, പെട്ടെന്ന് ചൂട് പിടിക്കും. അപ്പോൾ നമ്മൾ അടി കരിയാണ്ട് നോക്കണം, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കൈവിടാതെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ചാനൽ തുടങ്ങിയ കാരണമാണ് നമ്മളൊരു മധുരം എന്തെങ്കിലും ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ച് ഞാൻ ഒരു മധുരം നമ്മൾ പെട്ടെന്ന് ഓർമ്മ വരും നമുക്ക് പായസമാണ്. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ സേമിയ പായസം എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ കാണാത്തവർ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ഷെയർ ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് മൊത്തം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. സിമ്പിളായിട്ടാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ചും കൂടി ആ ബാക്കിയുള്ള പാലൊന്ന് കാച്ചി ഒഴിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കൂടുതൽ പായസത്തിന് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാല് കാച്ചി ഒഴിക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഡയറക്റ്റായിട്ട് പാൽ ഒഴിക്കരുത്. ഞാൻ കുറച്ച് ഒഴിച്ചിരുന്നു കേട്ടോ. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് നമ്മളിടണം, കാരണം മധുരം ഒന്ന് ബാലൻസായി നിൽക്കാൻ വേണ്ടിയിട്ട്. ഒരു പിഞ്ച് ഉപ്പ് ഞാൻ കയ്യിൽ കാണിച്ചില്ല, അത്രയും പോകുന്ന ഉപ്പ് നമ്മളിടണം കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അത് ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ പായസം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സേമിയ പായസമാണ് കേട്ടോ. അതിന് ശേഷം നമ്മളിവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. എന്നിട്ടും നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വിടാണ്ട് നമ്മൾ പായസം ഇളക്കിക്കൊണ്ടിരിക്കണം. പായസത്തിന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നമ്മൾ നന്നായിട്ട് ഇളക്കിയ ആ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ പായസത്തിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ തൊട്ടപ്പുറത്തൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 2 ടീസ്പൂൺ നെയ്യ്. എൻ്റെ സ്പൂൺ വളരെ ചെറുതാണ്, അപ്പോൾ ഞാനൊരു 2 സ്പൂൺ നെയ്യാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരണം കേട്ടോ. അതിലേക്ക് ഞാൻ കാഷ്യൂ നട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്ത് വരണം. നന്നായിട്ട് റോസ്റ്റ് ആവണം കേട്ടോ. കാഷ്യൂ നട്ട്സ്
നിങ്ങൾക്ക് പകുതി പൊളിച്ച കാഷ്യൂനട്ട് വേണമെങ്കിൽ ഇടാം. ഞാൻ മുഴുവൻ കാഷ്യൂനട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതിൽ കിസ്മിസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഈ കളർ കിസ്മിസാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അത് കാരണം ഇത് ഇട്ട് കൊടുത്തു. നിങ്ങളുടെ അടുത്ത് ഏതാണോ ഉള്ളത് അത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മളതിലേക്ക് നെയ്യും എല്ലാം കൂടിയിട്ട് നമ്മൾ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമ്മളതൊന്ന് ഇളക്കുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സേമിയ പായസം ഉണ്ടാക്കാൻ അറിയുമെന്ന് എനിക്കറിയാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.